ഇന്ന് നമ്മുടെ പുതിയ CVR ആയിട്ട് ബാംഗ്ലൂർ പോകട്ടെ. ഒരു ലോങ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടിയുടെ പെർഫോമൻസും മൈലേജും ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ നോക്കണം. രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. പെങ്ങൾ ഇവിടെ അങ്കമാലി LF-ലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചീനെ അവിടെ ആക്കിയിട്ട് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വീട് കാസർഗോഡാണെങ്കിലും ഞാൻ 3ാം ക്ലാസ് മുതൽ ഇവിടെ ചാലക്കുടി ഭാഗത്ത് ഓർഫനേജിൽ നിന്നിട്ടാണ് പഠിച്ചത്. 2004 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കറക്റ്റ് ഇവിടെ നിന്നിട്ടാണ് സ്കൂൾ ജീപ്പ് കയറിയിരുന്നത്. മിക്ക ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ റൈഡ് പോകുന്ന സൂപ്പർ ബൈക്കേഴ്സിനെ കാണുമായിരുന്നു കേട്ടോ. അന്ന് തുടങ്ങിയതാണ് ഈ സൂപ്പർ ബൈക്സിനോടുള്ള ഒരു ഇഷ്ടം. ഈ വഴി എപ്പോൾ പോയാലും എനിക്കത് നൊസ്റ്റാൾജി അടിക്കും. വണ്ടിയുടെ പൊല്യൂഷൻ തീർന്ന് കിടക്കുമായിരുന്നതുകൊണ്ട് തൃശ്ശൂർ വന്ന് പൊല്യൂഷൻ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ചെയിനും ക്ലച്ചും ലൂസ് ആയതുകൊണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ലുക്ക് കണ്ട് ഈ കട തുറക്കുന്നവരെ വെയിറ്റ് ചെയ്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ മച്ചന് ഭയങ്കര ഡിമാൻഡായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ വന്നപ്പോഴത്തേക്കും മണ്ണൂരെത്തി സർവീസ് റോഡിൽ മോട്ടോ ഹബ് എന്ന് പറഞ്ഞൊരു ഗ്യാരേജ് ഉണ്ട് കേട്ടോ. ഒരു ഡിമാൻഡും കൂടാണ്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി തന്നു. പാലക്കാട് ആകാനായപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു. ഒരു പാലക്കാട് സദ്യയും കഴിച്ച് യാത്ര തുടരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡും കഴിച്ച് യാത്ര തുടങ്ങി. തമിഴ്നാട് കയറി ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു മഴ കിട്ടി. മഴ മാറാൻ വേണ്ടി ഒരു ഷെഡിൽ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഒരെണ്ണം പറയുന്നത് കുറേ നാൾ കൂടിയിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നതെന്ന്. എനിക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ളൊരു നാടാണ് തമിഴ്നാട്. തമിഴ് കൾച്ചറിനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. നല്ല മനുഷ്യരാട്ടോ അവിടെ. മഴ കുറഞ്ഞപ്പോൾ വീണ്ടും യാത്ര തുടങ്ങി. നല്ല റോഡ് കിട്ടിയപ്പം 141 വരെ ടോപ്പ് സ്പീഡ് അടിച്ചു കേട്ടോ. ബാക്കിൽ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന പ്രൊഫൈൽ കൂടിയ ടയർ ആയതുകൊണ്ട് ലോങ് ഡ്രൈവ് ചെയ്തപ്പം അല്പം ഷോൾഡർ പെയിൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡിൽ വന്നിട്ടും 35 to 37 ആവറേജ് മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഈ വണ്ടിയാണ് ജനുവരി 1 നമ്മൾ ഗീവ് അവേ നൽകുന്നത്. വണ്ടി നാളെ ഒന്ന് ഗ്യാരേജിൽ കയറ്റിയിട്ട് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഗീവ് അവേയുടെ അപ്ഡേഷൻ അറിയാൻ നമ്മുടെ 2 പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ.